പൂയംകുട്ടിയിൽ മണികണ്ഠൻചാൽ ചപ്പാത്തിന് പകരം പാലം നിർമ്മിക്കുന്നതിൽ അധികാരികൾ തുടരുന്ന അവഗണനയ്ക്ക് ഇരയായി മണികണ്ഠൻചാൽ സ്വദേശി ബിജു. വെള്ളത്തിൽ മുങ്ങിയ ചപ്പാത്തിലൂടെ നടന്നു നീങ്ങുന്നതിനിടെ ബിജു ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പാലം നിർമ്മിക്കണമെന്ന ആവശ്യം നിരാകരിക്കുന്ന അധികാരികളുടെ കണ്ണു തുറക്കണമെന്ന ആവശ്യം ശക്തമാകാൻ ഈ സംഭവം കാരണമാകും. പൂയംകുട്ടി മണികണ്ഠൻചാൽ ചപ്പാത്ത് വഴി നൂറുകണക്കിന് ആളുകളാണ് ദിവസവും യാത്ര ചെയ്യുന്നത്. മണികണ്ഠൻചാലുകാരും വെള്ളാരംകുത്ത്, ഉറിയംപെട്ടി എന്നീ ആദിവാസി ഉന്നതികളിലുള്ളവർക്കും പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള മാർഗമാണ് പൂയംകുട്ടിപ്പുഴയ്ക്ക് കുറുകെയുള്ള ചപ്പാത്ത്. മഴക്കാലത്ത് ചപ്പാത്ത് മുങ്ങുന്നത് പതിവാണ്. പിന്നെ ഇവരുടെ യാത്ര പ്രതിസന്ധിയിലാകും. ചപ്പാത്തിൽ വെള്ളം കുറവാണെങ്കിൽ ആളുകൾ നടന്ന് മറുകരയിലേക്ക് നീങ്ങാറുണ്ട്. മണികണ്ഠൻചാൽ സ്വദേശി ബിജു പൂയംകുട്ടി ഭാഗത്തേക്ക് ചപ്പാത്തിലൂടെ നടന്നു പോകാനാണ് തീരുമാനിച്ചത്. ജോലി ചെയ്യുന്ന ബസ്സിൽ എത്തിപ്പെടാനുള്ള തിടുക്കത്തിലായിരുന്നു ബിജു. ആത്മധൈര്യം ബിജുവിനെ തുണച്ചില്ല. പകുതി കഴിഞ്ഞപ്പോഴേക്കും ബിജു കുത്തൊഴുക്കിൽപ്പെട്ട് പുഴയിൽ മറഞ്ഞു. സാധാരണ ഐഷാസ് ബസ് മണികണ്ഠൻചാലിലാണ് രാത്രിയിൽ സ്റ്റേ ചെയ്തിരുന്നത്. ചൊവ്വാഴ്ച രാത്രി ചപ്പാത്തിലൂടെ മണികണ്ഠൻചാലിലേക്ക് പോകാൻ ഐഷാസ് ബസ്സിന് കഴിഞ്ഞിരുന്നില്ല. ഇക്കാരണത്താൽ ബുധനാഴ്ചത്തെ ട്രിപ്പ് പൂയംകുട്ടിയിൽ നിന്നും ആരംഭിക്കേണ്ടി വന്നു. ഇതേ തുടർന്നാണ് ബിജു ചപ്പാത്തിലൂടെ കടന്നുപോകാൻ നിർബന്ധിതനായത്. രാവിലെ ബിജു മണികണ്ഠൻചാലിൽ നിന്ന് ജോലിക്കായിട്ട് ബസ്സിലെ ജീവനക്കാരനാണ്. ജോലിക്കായിട്ട് രാവിലെ വന്നാണ്. പാലത്തിലൊരു മുട്ടിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. ഇക്കരെ എത്താറായി. ബിജുവിൻ്റെ മുമ്പിൽ സജി എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. ഇക്കരെ എത്താറായപ്പോൾ ഒഴുക്കിൽപ്പെട്ട് കാല് തെന്നി പോവുകയായിരുന്നു. സജി ചേട്ടനെ പുള്ളി വിളിച്ചു. സജി ചേട്ടൻ തിരിഞ്ഞു വയ്ക്കുമ്പോൾ പുള്ളി മലച്ച് അങ്ങ് പോയി. ചപ്പാത്തിന് പകരം പാലം നിർമ്മിക്കണമെന്ന ആവശ്യം നിഷേധിക്കപ്പെട്ടതിന്റെ ഇരയാകാനായിരുന്നു ബിജുവിന്റെ വിധി. പാലമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വാഗ്ദാനങ്ങൾ ലഭിച്ചതല്ലാതെ പാലത്തിനായി ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടായില്ല. എല്ലാ വർഷവും സംസ്ഥാന ബജറ്റിൽ ഇടം പിടിക്കാൻ മാത്രമാണ് മണികണ്ഠൻചാൽ പാലത്തിന് യോഗം. പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകി അധികാരികൾ ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ പറഞ്ഞു. വാഹനങ്ങൾ ഉൾപ്പെടെ മഴക്കാലത്ത് പോകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പാലം ഈ പ്രദേശവാസികൾ, 2 ആദിവാസി കുടികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്നു. പക്ഷേ നാളിതുവരെയായി ആ പാലം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 9 വർഷക്കാലം സംസ്ഥാന ഗവൺമെൻറ് എല്ലാ ബഡ്ജറ്റിലും 100 രൂപ ടോക്കൺ വെച്ച് പാലനുടൻ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതല്ലാതെ, വാർത്തകൾ കൊടുക്കുന്നതല്ലാതെ നാളിതുവരെയായി ഈ ജനങ്ങളുടെ പ്രയാസത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ദീർഘകാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ഇത്രയും കാലത്തെ ആവശ്യം പോലും നടപ്പിലാക്കാതെ വന്നതിൻ്റെ ദുരന്തഫലമാണ് ഇന്നുണ്ടായിട്ടുള്ള അപകടം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ആദിവാസികൾ താമസിക്കുന്ന നിരവധി ഇത്തരത്തിലുള്ള ചപ്പാത്തുകൾ പുതുക്കിപ്പണിത് പാലം രൂപത്തിലാക്കേണ്ടത് അനിവാര്യമാണ്. പൂയംകുട്ടിപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത അധികാരികൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ വനം വകുപ്പിന്റെ തടസ്സവാദങ്ങൾ അതിജീവിക്കാൻ മറ്റു വകുപ്പുകൾക്കോ സർക്കാരിനോ കഴിയാത്തതാണ് വിനയാകുന്നത്. ഇരുകരയിലും വനം വകുപ്പിന്റെ ഭൂമി ഏറ്റെടുത്താൽ മാത്രമേ പാലം നിർമ്മാണം സാധ്യമാവുകയുള്ളൂ. സ്ഥലം വിട്ടു നൽകാൻ വനം വകുപ്പ് തയ്യാറാകുന്നുമില്ല. ഓരോ കാരണങ്ങളുടെ പേരിൽ അവർ NOC നിരസിക്കുകയാണ്. ബിജുവിന്റെ ദുര്യോഗം വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും കണ്ണു തുറക്കാൻ കാരണമാകുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം. GTV ന്യൂസ്, കുട്ടമ്പുഴ.